നമസ്കാരം. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്താനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന അന്ധവിശ്വാസത്തിന്റെ ഭാഗമായാണ് കൊലപാതകമെന്ന് പ്രതിയുടെ വെളിപ്പെടുത്തൽ. ജിഷ്ണു പ്രണയുടെ മരണത്തിൽ 2 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. ലക്ഷദ്വീപിലേക്ക് അനധികൃത മദ്യക്കടത്ത്. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കേഡലിനെ ADGP ബി സന്ധ്യ, IG മനോജ് എബ്രഹാം, മനോരോഗ വിദഗ്ധൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്താനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന അന്ധവിശ്വാസത്തിന്റെ ഭാഗമായാണ് അരുംകൊലകൾ നടത്തിയതെന്ന് കേഡൽ ജിൻസൺ രാജ പോലീസിന് മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കുന്ന കേഡലിനെ തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലുമായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ കേഡൽ ജിൻസൺ രാജ പ്രത്യേക മാനസിക നിലയുള്ള ആളാണെന്നത് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. ADGP സന്ധ്യ, IG മനോജ് എബ്രഹാം എന്നിവർ നേതൃത്വം നൽകിയ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. കേഡൽ ജിൻസൺ പറഞ്ഞ ആസ്ട്രിയൽ പ്രോജക്ഷന്റെ വിവിധ തലങ്ങളും പ്രവൃത്തികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മനഃശാസ്ത്ര വിദഗ്ധരുമായി വിശകലനം നടത്തി. കേഡലിന്റെ ബന്ധുക്കളെയും വീട്ടുവേലക്കാരികളെയും കമ്മീഷണർ ഓഫീസിലെത്തിച്ച് കേഡലിനൊപ്പം ഇരുത്തി മൊഴി രേഖപ്പെടുത്തി. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പരീക്ഷണമാണ് താൻ നടത്തിയതെന്ന് കേഡൽ മൊഴി നൽകി. ഇത് താൻ പലതവണ പരീക്ഷിച്ചിട്ടുണ്ടെന്ന് കേഡൽ പോലീസിനോട് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് പഠിക്കുന്ന സമയത്താണ് ഇത് പരിശീലിച്ചു തുടങ്ങിയതെന്നും കേഡൽ പോലീസിനോട് വ്യക്തമാക്കി. അതേസമയം പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ പ്രതിയായ കേഡൽ ജിൻസൺ കീസോഫ്രീനിയ എന്ന കടുത്ത മാനസിക രോഗത്തിന്റെ ഉടമയാണെന്ന കാര്യം മനോരോഗ വിദഗ്ധൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള ഡിലൂഷനാണ് കേഡൽ കാണിച്ചതെന്നും ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. കേഡലിന്റെ മാനസിക രോഗം സ്ഥിരീകരിക്കാനായി കേഡലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസിക രോഗ ചികിത്സാ വിഭാഗത്തിൽ വിശദമായ പരിശോധനയും നടത്തി. കൂടാതെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കേഡലിന്റെ തലമുടി, നഖത്തിനടിയിലെ മാംസം, രക്തം എന്നിവയും ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു. എന്നാൽ മാനസിക തകരാർ ഉയർത്തിക്കാട്ടി കേഡൽ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിപൂർവമായ ശ്രമം നടത്തുകയാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതേസമയം കേഡലിന്റെ അക്രമവാസനെ പറ്റിയും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കൊലപാതകത്തിനുള്ള യഥാർത്ഥ കാരണം ഈ പരിശോധനയിൽ കണ്ടെത്താനാകുമെന്നും പോലീസ് കരുതുന്നു. കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കേഡലിനെ നന്ദൻകോട്ടെ വസതിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന ആഭിചാരമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. നന്ദൻകോട് കൂട്ടക്കൊലപാതകം ഇത്തരമൊരു പരീക്ഷണമായിരുന്നു എന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. കെട്ടുകഥകളിലെ പരകായ പ്രവേശം മാത്രമായിരുന്നു ഇതിനു മുമ്പ് മലയാളികളുടെ കേട്ടുകേൾവി. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപിരിച്ച് അതീന്ദ്രജാലത്തിന്റെ മായിക ലോകത്ത് അഭയം തേടുന്ന പ്രതിഭാസമാണത്രേ ആസ്ട്രൽ പ്രൊജക്ഷൻ. സാത്താൻ ആരാധന തന്നെ കേരളത്തിൽ വിരളമായിരിക്കെ നന്ദൻകോട് കൊലപാതക കേസിലെ പ്രതിയുടെ വെളിപ്പെടുത്തൽ അമ്പരപ്പോടെയാണ് മലയാളികൾ കേട്ടത്. അമേരിക്കയിലും മറ്റും നിലനിന്നിരുന്ന സാത്താൻ സേവയുടെ ഭാഗമായാണ് ആസ്ട്രൽ പ്രൊജക്ഷന്റെ രംഗപ്രവേശം. ഉദ്ദിഷ്ടകാര്യത്തിനായി സാത്താനെ പ്രീതിപ്പെടുത്തുകയും ആഗ്രഹ സബലീകരണത്തിന് ആത്മാക്കളോട് കൂട്ടുകൂടുകയുമാണ് ഈ ആഭിചാരത്തിന്റെ ലക്ഷ്യം. സാത്താൻ സേവയുടെ മറവിൽ ഇത്തരം കൊലപാതകങ്ങൾ പാശ്ചാത്യ ലോകത്ത് പതിവാണ്. പരകായ പ്രവേശം എന്ന തരത്തിൽ നമ്മുടെ കെട്ടുകഥകളിൽ ഇതിന് സമാനമായ പ്രചരണങ്ങളുണ്ട്. രക്തബന്ധുക്കളെ ഒഴിവാക്കുകയാണ് ആസ്ട്രൽ പ്രൊജക്ഷന്റെ പ്രധാന ഘട്ടം. ഇതുകൊണ്ട് തന്നെയാണ് കേഡൽ ജിൻസൺ മാതാപിതാക്കളെയും സഹോദരിയെയും ക്രൂരതയ്ക്ക് ഇരയാക്കിയത്. ബലിമൃഗങ്ങളെ കൊലപ്പെടുത്തും പോലെ തലയോട്ടിയിലേക്ക് തന്നെ മഴുകൊണ്ട് മൂവരെയും ആഞ്ഞുവെട്ടി. നിലവിളിക്കാൻ പോലുമാകാതെ ഓരോ ജീവനുകളും നിശ്ചലമാകുമ്പോൾ അടുത്ത കുരുതിക്ക് കളമൊരുക്കുകയായിരുന്നു കേഡൽ ജിൻസൺ. ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായുള്ള പരീക്ഷണ കൊലപാതകങ്ങളാണ് താൻ നടത്തിയതെന്നാണ് കേഡൽ ജിൻസന്റെ വെളിപ്പെടുത്തൽ. ഓസ്ട്രേലിയയിലെ പഠനകാലത്താണ് ജിൻസൺ ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് ആകൃഷ്ടനാകുന്നത്. ഫിലിപ്പീൻസിൽ MBBS പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇയാൾ ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗിന് ചേരുകയായിരുന്നു. സാത്താൻ സേവയ്ക്ക് വശംവദനായ കേഡൽ തികച്ചും അന്തർമുഖനാകുകയും കൂട്ടുകാരെയും മറ്റും അകറ്റുകയുമായിരുന്നു. തികച്ചും മനോനില കൈവിട്ട നിലയിലാണ് കേഡൽ ജിൻസൺ പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് പ്രതികരിച്ചത്. ആത്മാവാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്ന കേഡൽ ആവേശത്തോടെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി വിവരിക്കുന്നുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി ഇന്റർനെറ്റ് സുഹൃത്തുക്കൾ വഴി ജിൻസൺ കൂടുതൽ പഠനം നടത്തിയിട്ടുണ്ടാകാമെന്നും പോലീസ് കരുതുന്നു. ഉറച്ച മനഃശക്തി, ആത്മനിയന്ത്രണം എന്നിവ ആസ്ട്രൽ പ്രൊജക്ഷന് അനിവാര്യമെന്ന് ആഭിചാരക്കാർ വിശ്വസിക്കുന്നു. ശരീരത്തിൽ നിന്ന് ആത്മാവ് മോചിക്കപ്പെട്ടാൽ ചുറ്റുമുള്ള ലോകത്ത് പാറിപ്പറന്ന് ആഗ്രഹ സാഫല്യം നേടാമെന്നാണ് ഇവർ കരുതുന്നത്. ലോക നിയമങ്ങൾക്കും പ്രകൃതി നിയമങ്ങൾക്കും അതീതരാകാമെന്നാണ് ഇത്തരക്കാരുടെ ചിന്ത. സമാനമായ നിരവധി ആഭിചാരക്രിയകൾ സാത്താൻ സേവക്കാർ പിന്തുടരുന്നുണ്ട്. സ്വപ്നങ്ങളിൽ കാണുന്നതിനേക്കാൾ ഭീകരമായാണ് സാത്താൻ സേവക്കാരുടെ ജീവിത രീതിയും ആരാധനയും. ആത്മാവിനെ വിളിച്ചു വരുത്തുന്നതും ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നതുമൊക്കെ മലയാളികൾക്ക് സിനിമാ കഥകളിലൂടെ പരിചിതമാണെങ്കിലും ആഭിചാരത്തിന്റെ പേരിൽ കൂട്ടക്കൊല കേരളത്തിലുണ്ടാകുന്നത് ആദ്യമാണ്. സോഷ്യൽ മീഡിയയിൽ സാത്താൻ സേവക്കാരുടെ സംഘം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ്
തിരുവനന്തപുരം നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതകം കണ്ട് കേരളം ഞെട്ടുന്നത്. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം നന്ദൻകോട് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 4 പേരുടെ കുടുംബജീവിതവും ദുരൂഹതയും വൈചിത്ര്യങ്ങളും നിറഞ്ഞതാണ്. ഭക്ഷണത്തിന് മാത്രമായി 200-ലധികം വിവിധ ഇനങ്ങളിലുള്ള കോഴികളെ പ്രത്യേകം വീട്ടിൽ വളർത്തിയിരുന്ന ഇവർ പുറം ലോകവുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല. മാസങ്ങളായുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഗോവണിയിൽ തൂക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളായ ഇവർ വേലക്കാരികൾക്ക് പോലും നിയന്ത്രിതമായ സ്വാതന്ത്ര്യം മാത്രമേ വീട്ടിൽ അനുവദിച്ചിരുന്നുള്ളൂ. തിരുവനന്തപുരം നന്ദൻകോട് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഡോക്ടർ ജീൻ പത്മ, പ്രൊഫസർ രാജ് തങ്കം, ഇവരുടെ മകൾ കാരോളിൻ, ജീൻ പത്മയുടെ സഹോദരി ലളിത എന്നിവരുടെയും സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന കേഡൽ ജിൽസന്റെയും ജീവിത രീതികൾ ഏറെ വൈചിത്ര്യങ്ങളും ദുരൂഹതയും നിറഞ്ഞതാണ്. 10 സെന്റിലധികം ഭൂമിയിൽ പണിതിരിക്കുന്ന ഇരുനില വീട്ടിന്റെ കാര്യത്തിൽ ആദ്യം തുടങ്ങാം. കാറ്റും വെളിച്ചവും ഈ വീട്ടിൽ അന്യമാണ്. പകൽ പോലും വീടിനു ചുറ്റും ഇരുട്ടാണെന്നതും പറയാതെ വയ്യ. വീട്ടിലെ 2ാമത്തെ നിലയിലെ വിവിധ റൂമുകളിലാണ് ഡോക്ടറുടെയും പ്രൊഫസറുടെയും മക്കളായ കാരോൾ, കേഡൽ ജിൽസൺ എന്നിവരുടെയും താമസം. ഭക്ഷണം കഴിക്കാനായി മാത്രമാണ് ഇവർ താഴേക്ക് വരാറുള്ളത്. അതും ഒരുമിച്ചുണ്ടാവില്ല എന്നതും വേലക്കാരി പറയുന്നു. ഓരോരുത്തർക്കും വേണ്ട വിഭവങ്ങൾ ജോലിക്കാരിയോട് പറയും. അത് റെഡിയായാൽ പിന്നെ ഓരോരുത്തരായി വന്ന് കഴിച്ച് റൂമിലേക്ക് മടങ്ങും. ശേഷം അടുത്ത ഭക്ഷണ സമയം. അതാണ് രീതി. ജീൻ പത്മയുടെ സഹോദരി കാഴ്ചയില്ലാത്ത ലളിതയും ജോലിക്കാരിയും താഴത്തെ നിലയിലാണ് താമസം. ഇവർക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. വേലക്കാരികൾക്ക് സ്വാതന്ത്ര്യം നിയന്ത്രിതമായിരുന്നു. ഇക്കാര്യം ഡോക്ടർ ജീൻ പത്മയുടെ ബന്ധുകൂടിയായ ശാന്തകുമാരി പറയുന്നുണ്ട്. അവർ കഴിക്കാം വരും. അപ്പോഴേക്കും സെർവൻറ്റ് വിളമ്പി കൊടുക്കും. ഭക്ഷണം കഴിക്കുക, ഒരു മുകളിൽ പോകും. സെർവൻസ് അവർക്ക് അടുക്കളയും കാര്യങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. 5 പേർക്ക് ഇറച്ചിയും മുട്ടയും കഴിക്കാനായി മാത്രം 200-ലധികം വിവിധ ഇനത്തിലുള്ള കോഴികളെ വീട്ടിൽ വളർത്തുന്നു. കോഴികൾക്കായി ഒരു വീട് പ്രത്യേകം നിർമ്മിച്ചിരിക്കുകയാണ്. പുറം ലോകവുമായി അച്ഛനും മക്കൾക്കും യാതൊരു ബന്ധവുമില്ല. റൂമുകളിൽ വർഷങ്ങൾ പഴക്കമുള്ള സാധന സാമഗ്രികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. മാസങ്ങളായുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഗോവണിയിൽ കവറുകളിലായി തൂക്കിയിട്ടിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പിപ്പിൾ എക്സ്ക്ലൂസീവ്. മദ്യനിരോധന മേഖലയായ ലക്ഷദ്വീപിലേക്ക് അനധികൃതമായി മദ്യക്കടത്ത് വർദ്ധിക്കുന്നു. ഉന്നതരുടെ ഒത്താശയോടെയാണ് മദ്യക്കടത്തെന്നാണ് ആരോപണം. പിടിച്ചെടുത്ത മദ്യം കോടതിയിൽ ഹാജരാക്കാതെ പോലീസ് കടലിൽ ഒഴുകി. മദ്യക്കടത്ത് വിവരം അറിയിച്ച നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. റിപ്പോർട്ടിലേക്ക്. കൊച്ചി, ബേപ്പൂർ, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് യാത്രാ കപ്പലുകളിൽ ലക്ഷദ്വീപിലേക്ക് മദ്യമെത്തുന്നത്. ഉന്നതരുടെ താൽപര്യത്തോടെയും സ്വാധീനം ഉപയോഗിച്ചുമാണ് മദ്യനിരോധന മേഖലയായ ലക്ഷദ്വീപിലേക്ക് സുലഭമായി മദ്യമെത്തുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന മദ്യം വൻ വിലയ്ക്ക് ലക്ഷദ്വീപിൽ വിൽക്കുന്നുവെന്നാണ് ആരോപണം. അനധികൃത മദ്യക്കടത്ത് സംബന്ധിച്ച് പലപ്പോഴും നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിക്കാറുള്ളത്. ഇത്തരത്തിൽ പിടികൂടുന്ന മദ്യം പോലീസ് കോടതിയിൽ ഹാജരാക്കാതെ കടലിലൊഴുക്കി. കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഒഴിവാക്കാനാണ് പോലീസിന്റെ ഈ നടപടിയെന്നാണ് ആരോപണം. അതേസമയം പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് നാട്ടുകാരിൽ ചിലർ പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യം നശിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തുവെന്നും നാട്ടുകാർ പറഞ്ഞു. അനധികൃത മദ്യക്കടത്ത് സംബന്ധിച്ച് വിവരം നൽകുന്നവർക്കെതിരെ പോലീസ് ഇത്തരത്തിൽ കേസെടുത്ത് വേട്ടയാടുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിധി കിട്ടിയെന്ന് കരുതി സ്വർണം വാങ്ങിയ വീട്ടമ്മയ്ക്ക് നഷ്ടമായത് 1 ലക്ഷം രൂപ. മുക്കുപണ്ടം നൽകി തട്ടിപ്പ് നടത്തിയ ആളെ പരാതിക്കാരിയും പോലീസും ചേർന്നൊരുക്കിയ കെണിയിലൂടെ അറസ്റ്റ് ചെയ്തു. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷൻ സ്വദേശിയും പാലായിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായ രാമയ്യാണ് അറസ്റ്റിലായത്. മറയൂർ സ്വദേശിനിയായ വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത്. പരിചയക്കാരനായ മറയൂർ സ്വദേശിയാണ് രാമയ്യയെ വീട്ടമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ആദ്യം ഒറിജിനൽ സ്വർണം വിറ്റ് വീട്ടമ്മയുടെ വിശ്വാസം നേടിയതിനു ശേഷമാണ് നിധി കിട്ടിയ സ്വർണമെന്ന് പറഞ്ഞ് മുക്കുപണ്ടങ്ങൾ വിറ്റത്. വിശ്വാസം നേടിയെടുക്കാൻ 680 ഗ്രാം സ്വർണമാണ് രാമയ്യ ആദ്യം വീട്ടമ്മയ്ക്ക് വിറ്റത്. തുടർന്നാണ് തട്ടിപ്പിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. ബാംഗ്ലൂരിലുള്ള സുഹൃത്തിനാണ് നിധിയിലൂടെ സ്വർണം ലഭിച്ചതെന്നും പുറത്തറിഞ്ഞാൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടുമെന്നും അതിനാൽ സ്വർണം വാങ്ങാൻ ബംഗളൂരുവിൽ എത്തണമെന്നുമാണ് വീട്ടമ്മയോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് വിശ്വസിച്ച് വീട്ടമ്മ ബന്ധുക്കളോടൊപ്പം ബംഗളൂരുവിലെത്തി 1 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി നാട്ടിൽ തിരികെ എത്തുകയും ചെയ്തു. നാട്ടിലെത്തി പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് വീട്ടമ്മയ്ക്ക് തട്ടിപ്പ് മനസ്സിലായത്. എന്നാൽ പോലീസിൽ പരാതി നൽകിയ ശേഷം വീണ്ടും സ്വർണം ആവശ്യമുണ്ടെന്നറിയിച്ച് രാമയ്യയെ വിളിച്ചു വരുത്തുകയായിരുന്നു. വീട്ടമ്മയും ബന്ധുക്കളും പഴയ മൂന്നാറിലുള്ള പാലത്തിന് സമീപം കാത്തുനിന്നു. ഇയാൾ എത്തിയതോടെ വേഷം മാറി നിന്ന് പോലീസിന്റെ സഹായത്തോടെ പിടികൂടി. എനിക്ക് നിധി കിട്ടിയതാന്ന് പറഞ്ഞ് ഈ പുള്ളി എന്നെ വിളിച്ചോണ്ട് പോയി. പാലായിലുള്ള അയാള് വിളിച്ചോണ്ട് പോയി. അവിടെ ബാംഗ്ലൂരിൽ ചെന്ന് കുമാർ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവരുമായിട്ട് കൂടി ചേർന്നിട്ടാണ് എനിക്കിത് തന്നത്. എൻ്റെ 75,000 രൂപയും വാങ്ങിച്ച് ഈ സാധനം തിരിച്ചു തന്നപ്പോഴത്തേക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന ഒറിജിനൽ തങ്കമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേഷനിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ തട്ടിപ്പ് സമ്മതിച്ചിട്ടുണ്ട്. സ്വർണം എന്ന വ്യാജേന ഇയാളുടെ പക്കലുണ്ടായിരുന്ന ചെമ്പും പോലീസ് പിടിച്ചെടുത്തു. ആദ്യം വിറ്റ ഒറിജിനൽ സ്വർണത്തിന്റെ അതേ രൂപത്തിൽ ചെമ്പ് നാണയങ്ങൾ സ്വർണത്തിൽ മുക്കിയാണ് ഇയാൾ വീട്ടമ്മയ്ക്ക് നൽകാൻ വെച്ചിരുന്നത്. സ്വർണം രൂപപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന അച്ചും ഇയാളുടെ പക്കലുണ്ടായിരുന്നു.
മൂന്നാറിലുള്ള മറ്റു പലരെയും ഇയാൾ ഇത്തരത്തിൽ കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ 2 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. അധ്യാപകരായ പ്രവീൺ, ദിബിൻ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം. വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിന്റെ ഇടക്കാല ജാമ്യം ഹൈക്കോടതി സ്ഥിരപ്പെടുത്തി. അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി. ജസ്റ്റിസ് എബ്രഹാം മാത്യുവിന്റെ ബെഞ്ചാണ് പ്രതികളുടെ ജാമ്യ ഹർജിയിൽ വാദം കേട്ട് വിധി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ജിഷ്ണുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിൽ കോളേജ് മാനേജ്മെന്റ് പീഡിപ്പിക്കുന്നതായി വ്യക്തമായിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിൽ ജിഷ്ണുവിന്റെയും സഹപാഠികളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. പ്രിൻസിപ്പലിന്റെ മൊഴി ദഹിക്കുന്നതല്ല. സാക്ഷിമൊഴികളെല്ലാം തള്ളിയ കോടതി പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് കണ്ടെത്തി. അതിനാൽ പ്രതികളെ ജയിലിലടക്കേണ്ട സാഹചര്യമില്ലെന്നും മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. അധ്യാപകരായ പ്രവീൺ, ദീപൻ എന്നിവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിന് കഴിഞ്ഞ ദിവസം അനുവദിച്ച ഇടക്കാല ജാമ്യം സ്ഥിരപ്പെടുത്തി. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യരുതെന്നറിയിച്ച കോടതി കോപ്പിയടിയുമായി ബന്ധപ്പെട്ട 1 മണിക്കൂർ ചോദ്യം ചെയ്യാനും പോലീസിന് അനുമതി നൽകി. പ്രതികളായ പ്രവീണും ദീപനും ഒളിവിലാണ്. ഗൂഢാലോചന, ആത്മഹത്യാ പ്രേരണ, വ്യാജരേഖയുണ്ടാക്കൽ, ഭീഷണി, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ശക്തിവേൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. കേസിൽ 1ഉം 2ഉം പ്രതികൾ നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. DGP സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാൻ ആധാരമാക്കിയ ആഭ്യന്തര സെക്രട്ടറിയുടെ കുറിപ്പ് സർക്കാർ അവസാന നിമിഷം വരെ മറച്ചുവെച്ചെന്ന് TP സെൻകുമാർ സുപ്രീം കോടതിയിൽ. ജിഷ വധക്കേസിലെ അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് നേരത്തെ നൽകിയ സത്യവാങ്മൂലത്തിൽ കുറിപ്പിനെക്കുറിച്ച് പറയാതിരുന്നതെന്ന് സർക്കാർ മറുപടി നൽകി. കേസ് വിധി പറയാനായി മാറ്റി. ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിയമപരമായി ചെയ്യേണ്ടതെല്ലാം സർക്കാർ ചെയ്തു. കേസന്വേഷണത്തിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിനും പരാതികളില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ DGP ഓഫീസിന് മുന്നിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. മറ്റു ചിലർ രാഷ്ട്രീയമായി സമരത്തെ ഉപയോഗിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചിലർ തയ്യാറായി എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു പെട്ടെന്നങ്ങ് അവസാനിപ്പിക്കുന്ന വികാരത്തോടെയുള്ളവർ മാത്രമല്ല കളിച്ചിട്ടുള്ളത്. ആ കളി നമ്മൾ കാണാതിരിക്കരുത്. അവിടെ സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു രംഗം ഉണ്ടായി. എന്താവശ്യത്തിനാണ് ജിഷ്ണുവിന്റെ കുടുംബം ഇപ്പോൾ സമരത്തിന് പോയത്? ഏത് കാര്യമാണ് സമരത്തിലൂടെ നേടാനുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മഹിജയുമായി താൻ ഫോണിൽ സംസാരിച്ചു. അവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനെല്ലാം ഓരോ സമയമുണ്ടല്ലോ. ഞാൻ ഇടപെട്ടത് കൊണ്ട് മാത്രം തീരുന്നൊരു സമരമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് അവർക്ക് വരാൻ എല്ലാ അവകാശമുണ്ടല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന ഉറപ്പാണ് ഞാൻ അവർക്ക് നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിലൊരു മാറ്റം എനിക്കില്ല. എന്നാൽ ചില ആളുകൾ ചേർന്ന് ഇതാ എടുത്തോ നടപടി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ചെയ്യാത്തവർക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല. KM ഷാജഹാനോട് തനിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ടത് എന്തിനാണ്? അങ്ങനെയുണ്ടെങ്കിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നടപടിയെടുക്കുമായിരുന്നല്ലോ എന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. കാനം രാജേന്ദ്രൻ ജിഷ്ണുവിന്റെ കുടുംബത്തെ കാണാൻ പോയി എന്നത് ശരിയാണ്. എന്നാൽ സമരം അവസാനിപ്പിച്ചത് കാനമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സമരത്തിന്റെ സൂത്രധാരൻ ജിഷ്ണുവിന്റെ അമ്മാവൻ എന്ന് പറയുന്ന ആളാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന് കെജ്രിവാളിനെതിരെ അറസ്റ്റ് വാറന്റ്. BJP പ്രവർത്തകന്റെ ഹർജിയിൽ അസം കോടതിയാണ് ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ടത്. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പരിഹസിച്ചതിനാണ് കേജ്രിവാളിന് അറസ്റ്റ് വാറന്റ് ലഭിച്ചിരിക്കുന്നത്. 12ാം ക്ലാസ് പഠനം മാത്രം പൂർത്തിയാക്കിയ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമെന്ന് കഴിഞ്ഞ ഡിസംബർ 5-ന് കേജ്രിവാൾ ട്വീറ്റ് ചെയ്തിരുന്നു. ഇത് മോദിയെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി BJPയുടെ ആസാമിലെ കൗൺസിലർ നൽകിയ പരാതിയാണ് ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയത്. ആസാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിൽ 10,000 രൂപ കെട്ടിവെക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. ജനുവരി 30-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടും കേജ്രിവാൾ തയ്യാറായില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. ഈ മാസം 23-ന് നടക്കുന്ന ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് മുഖ്യമന്ത്രിയെന്നും അതിനുശേഷം കേസ് പരിഗണിക്കാമെന്നും കേജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കോടതി തള്ളി. മെയ് 8-ന് കേസിൽ വീണ്ടും വാദം കേൾക്കും. മോദിയുടെ വിദ്യാഭ്യാസ രേഖകൾ പരസ്യമാക്കണമെന്നാണ് കേജ്രിവാളിന്റെ ആവശ്യം. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പോലും കൃത്യമായ ഉത്തരം ലഭ്യമായിട്ടില്ല. ഗുജറാത്ത് വിട്ടതിനുശേഷം ദില്ലിയിൽ ഡിഗ്രി പഠിച്ചുവെന്നാണ് മോദിയുടെ വാദം. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത ജനങ്ങളിൽ നിന്ന് ഒളിച്ചുവെക്കുന്നത് എന്തിനെന്ന ചോദ്യം പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
രാജ്യത്ത് വിവിധ പ്രദേശങ്ങളിൽ ഘർവാപ്പസി സജീവമാക്കാൻ RSS തീരുമാനം. ഒരു മാസത്തിനിടെ ജാർഖണ്ഡിൽ മാത്രം RSS മതം മാറ്റിയത് 53 ക്രിസ്ത്യൻ കുടുംബങ്ങളെ. എന്നാൽ മതപരിവർത്തനമല്ല, ജനങ്ങൾ സ്വധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്നാണ് വിശദീകരണം. ഹിന്ദുമതത്തിൽ നിന്നാണ് മറ്റു മതങ്ങളിലേക്ക് ആളുകൾ ചേക്കേറിയതെന്നും ഇവരെ സ്വധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നുവെന്നും വിശദീകരിച്ചാണ് മതപരിവർത്തനം RSS സജീവമാക്കിയിരിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ഘർവാപ്പസി ശക്തമാക്കി ഹിന്ദു ധ്രുവീകരണം ബലപ്പെടുത്താനാണ് RSS തീരുമാനം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ജാർഖണ്ഡിലെ ആർക്രി പ്രദേശത്ത് 53 ക്രിസ്ത്യൻ കുടുംബങ്ങളെയാണ് RSS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മതം മാറ്റിയത്. കഴിഞ്ഞ 10 വർഷമായി ക്രിസ്ത്യൻ മിഷനറിമാർ തട്ടിയെടുത്ത പ്രദേശമാണ് ജാർഖണ്ഡിലെ സിന്ധി ഗ്രാമമെന്നും ഈ പ്രദേശം തിരികെ പിടിക്കുകയാണ് ലക്ഷ്യമെന്നും RSS സംയോജക് ലക്ഷ്മൺ സിംഗ് മുണ്ടെ വ്യക്തമാക്കി. സിന്ധി ഗ്രാമത്തിന് പുറത്ത് മറ്റു പ്രദേശങ്ങളിലും സമാന നീക്കം ശക്തമാക്കണമെന്നാണ് RSS പ്രാദേശിക നേതൃത്വങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ജനങ്ങളെ അവരവരുടെ വേരുകളിലേക്ക് തിരികെ എത്തിക്കുന്നുവെന്നാണ് RSS ഇതിന് നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ അതിശക്തമായ മുന്നറിയിപ്പുമായി പാർലമെന്റ്. ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്ന് സുഷമ സ്വരാജിന്റെ മുന്നറിയിപ്പ്. യാദവിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അപഹാസ്യമെന്നും കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്നും സുഷമ സ്വരാജ് പാർലമെന്റിൽ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശിയായ കുൽഭൂഷൺ ജാദവിനെ കഴിഞ്ഞ വർഷം മാർച്ച് 3-നാണ് പാകിസ്ഥാൻ പിടികൂടിയത്. ഇന്ത്യൻ ചാരനെന്ന് മുദ്രകുത്തി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാള കോടതി. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം പാർലമെന്റിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉയർന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വധശിക്ഷ സംബന്ധിച്ച് പ്രസ്താവന നടത്തി. ജാദവിനെതിരെ തെളിവുകളൊന്നുമില്ല, നയതന്ത്ര മര്യാദകൾ പോലും പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയ സുഷമ സ്വരാജ് ഇക്കാര്യത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പും നൽകി. ജാദവിനെ വധിച്ചാൽ പാകിസ്ഥാനുമായുള്ള ഭാവി നയതന്ത്ര ബന്ധത്തെ ബാധിക്കും, ആസൂത്രിതമായ കൊലപാതകമായി കരുതേണ്ടി വരുമെന്നും സുഷമ സ്വരാജ് ആവർത്തിച്ചു. The government and people of India would view very seriously the possibility that an innocent Indian citizen is facing death sentence in Pakistan without due process and in violation of basic norms of law, justice and international relations. I would caution the Pakistan government to consider the consequences for our bilateral relationship if they proceed on this matter. അടിയന്തര പ്രമേയമായി വിഷയം ലോക്സഭയിൽ ഉയർത്തിയ കോൺഗ്രസ് ജാദവിനെ എത്രയും വേഗം ഇന്ത്യയിൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടു. തെളിവുകൾ പോലും പരിശോധിക്കാതെ വിധിക്കുന്ന ബനാന കോടതിയാണ് പാകിസ്ഥാൻ സൈനിക കോടതിയെന്ന് അസൗദ്ദീൻ ഔസിസി കുറ്റപ്പെടുത്തി. കുൽഭൂഷൺ ജാദവ് കൃത്യമായ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളയാളാണെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ചാരപ്രവർത്തനം നടത്താനാണെങ്കിൽ അങ്ങനെ സഞ്ചരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വധശിക്ഷയ്ക്കെതിരെ ദില്ലിയിലെ പാകിസ്ഥാൻ എംബസിക്ക് മുമ്പിൽ വിവിധ സംഘടനകൾ പ്രതിഷേധിക്കുകയാണ്. ഇന്ത്യ പാക് നയതന്ത്ര ബന്ധത്തെ തന്നെ ഉലയ്ക്കുകയാണ് ഈ വിഷയം. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. തങ്ങളോടുള്ള അനീതിയും അവഗണനയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചു. ഒരു പ്രതിഷേധ കാഴ്ചയുമായി ഇന്ന് വിട പറയുന്നു. നമസ്കാരം. 3 വർഷം കൊണ്ട് തീരേണ്ട ഗവേഷണ പ്രബന്ധങ്ങൾ സർവകലാശാലയുടെ അംഗീകാരം ലഭിക്കാൻ ഇപ്പോൾ 6 വർഷം വരെ സമയമെടുക്കുന്നു. ഗവേഷക വിഭാഗത്തിന് പ്രത്യേക ഡയറക്ടറേറ്റ് ഇല്ലാത്തതാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ഗവേഷക വിദ്യാർത്ഥികളുടെ പ്രാഥമിക വൈവ സമയത്ത് നടക്കാറില്ല. 150-ലേറെ വിദ്യാർത്ഥികളുടെ പ്രാഥമിക വൈവ ഇനിയും നടന്നിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഗവേഷക വിദ്യാർത്ഥികൾ പൂർണ്ണ അവഗണന നേരിടുന്നതായാണ് ആരോപണം. 2012 തൊട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രിലിമിനറിയുടെ വൈവകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. 150ഓളം വൈവകൾ നടക്കേണ്ടത് ഇവിടെ കെട്ടിക്കിടക്കുമ്പോൾ യാതൊന്നും ചെയ്യാതെയാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത്. ഫൈനൽ തീസിസിൻ്റെ കാര്യത്തിലും 2-2.5 വർഷം ഇവിടെ കാലതാമസം ഉണ്ടാവുകയാണ്. ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സത്യഗ്രഹ സമരം നടത്തി. MPhil, JFR കോഴ്സുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് പകരം വലിയ ഫീസ് ഈടാക്കുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ഗവേഷക വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.